സെക്രട്ടേറിയറ്റിൽ അനുമതിയില്ലാതെ ഷൂട്ട് നടത്തിയ ബ്ലോഗർ. സ്പെഷ്യൽ സെക്രട്ടറിയുടെ യാത്രയപ്പാണ് വ്ലോഗറെ ഉപയോഗിച്ച് ചിത്രീകരിച്ചത്. ഷൂട്ടിങ്ങിന് അനുമതി നൽകിയിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിവരം. ഉണ്ടാക്കിയേക്കാണ് അത് സെക്രട്ടേറിയറ്റിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്. ഈ മീറ്റിംഗിലേക്ക് ആസൂത്രണ സാമ്പത്തിക വകുപ്പ് ഗോകുൽനാഥിന്റെ വിവരങ്ങളുമായിട്ട്. ഗോകുൽ, മാധ്യമപ്രവർത്തകർക്ക് വരെ സെക്രട്ടേറിയറ്റിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുള്ള ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വ്ലോഗർ ഉപയോഗിച്ചൊരു ഷൂട്ടിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത്. ആർക്കു വേണ്ടിയായിരുന്നു? എന്ത് നടപടി ഉണ്ടാകും? തീർച്ചയായും അക്ഷയ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിനകത്ത് ദൃശ്യങ്ങൾ പകർത്താൻ അനുമതിയില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതേ സമയത്താണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനയിലെ ചേരിപ്പോരിനെ തുടർന്ന് പാർട്ടി ഫ്രാക്ഷൻ അംഗമായ സ്പെഷ്യൽ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഷൂട്ടിംഗ് വിവാദവും ഉണ്ടായിട്ടുള്ളത്. ഷൂട്ടിംഗ് നിരോധിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് പരിസരത്തും ഓഫീസിനകത്തും ബ്ലോഗറെ ഉപയോഗിച്ച് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അനൌദ്യോഗിക യാത്ര ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള വിവാദം. അതേ സമയത്ത് തന്നെ ഈ പലപ്പോഴും അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും നിയന്ത്രണമുള്ള പലപ്പോഴും അത് സെക്യൂരിറ്റി സോണുകളാണ്. ആ പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ വ്ലോഗറുടെ ചിത്രീകരണമൊക്കെ നടന്നിട്ടുള്ളത്. ഷൂട്ടിങ്ങിന് അനുമതി നൽകേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ആർക്കും ഇത്തരത്തിൽ അനുമതി നൽകിയിട്ടുമില്ല. അതേപോലെ തന്നെ വ്ലോഗറും അനുമതി തേടിയെത്തിയിട്ടുമില്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അസോസിയേഷന്റെ ചേരിപ്പോരിനെ തുടർന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ഇത്തരത്തിൽ നേതാവിനെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ അവർക്ക് ഇത്തരത്തിൽ തന്നെ ചേരിയെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ യാത്രയയപ്പ് എന്നുള്ള രീതിയിൽ അനൌദ്യോഗിക യാത്രയയപ്പിന്റെ സമയത്താണ് ഇത്തരത്തിൽ മുൻപ് പല രീതിയിൽ പല മാർഗത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ട്രെൻഡിനൊപ്പം ചേരുന്നതാണോ സെക്രട്ടേറിയറ്റിലും? അക്ഷയ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഈ സെക്രട്ടറിയുടെ മകൾ തന്നെയാണ് ഈ ബ്ലോഗർ എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അവർ തന്നെയാണ് ഇത്തരത്തിൽ അനൌദ്യോഗികമായി നടത്തിയ ഈ യാത്ര അയപ്പ് ചിത്രീകരിക്കാൻ വേണ്ടി ക്യാമറ അടക്കമുള്ള സജ്ജീകരണങ്ങളുമായി ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിനകത്ത് കയറുകയും സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് നിന്ന് തന്നെ പലപ്പോഴും നമുക്കറിയുന്ന പോലെ അതൊക്കെ സെക്യൂരിറ്റി സോണുകളാണ്. ആ സോണിൽ നിന്ന് ചിത്രീകരണം പലപ്പോഴും മാധ്യമങ്ങളടക്കം പുറത്തു നിന്നാണ് ദൃശ്യങ്ങൾ ശേഖരിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഇത് സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് ആ സെക്യൂരിറ്റി സോണിനകം കടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചിത്രീകരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ഒരു വർഷമായി ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നാണ്. എന്നാൽ അതേ തുടർന്ന് തന്നെ ഇപ്പൊ പലപ്പോഴും ഈ ബ്ലോഗർമാരടക്കം കടന്നു കയറുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് എന്നുള്ള രീതിയിൽ തന്നെ നിലവിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ ബ്ലോഗർ അകത്ത് കയറുകയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഇല്ലാതെ തന്നെ ചിത്രീകരണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിടാനാണ് സാധ്യത. ഇതുവരെ അതേപറ്റിയുള്ള ഔദ്യോഗിക വിലയിരുത്തലുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഇത് അന്വേഷിക്കാനാണ് സാധ്യതയുള്ളത്. ശരി, ഗോകുൽനാഥാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.